everyone, it's me, your dietitian Jeffrey. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PCOD നെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. നമുക്കൊരു 100 പേരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 20 മെമ്പേഴ്സ് എങ്കിലും PCOD ആയിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽസ് വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം PCOD വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഫ്ലക്ച്വേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ വെയിറ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരമാവധി പാക്കറ്റഡ് ഫുഡ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യുമ്പോൾ പരമാവധി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സിറിയൽസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് റോ ഫോമിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിഫൈൻഡ് ഫോമിലുള്ള ഫുഡ് ഐറ്റംസ് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ്, നമുക്ക് ഈ PCOD ഉള്ള ആളുകളുടെ കേസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം പരമാവധി നമ്മൾ